പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇയാൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഒരു എക്സ്പെരിമെന്റിനെ പറ്റി പറഞ്ഞുതരാം. 1998 നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ദ ഗ്രേറ്റ് പ്രെയർ എക്സ്പെരിമെന്റ്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ കുറേ രോഗികളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിൽ ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ല. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആളുകൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗ്രൂപ്പിലുള്ള ആളുകളോട് പറഞ്ഞു. മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവരോട് പറഞ്ഞില്ല. സർജറി കഴിഞ്ഞ് ഈ ഓരോ ഗ്രൂപ്പിലുള്ള എത്രത്തോളം ആളുകൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി നോക്കിയപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്കും മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്കും ഉണ്ടായതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർക്കുണ്ടായി. അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കിട്ടുന്നുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്തിട്ടും അവിടെയായിരുന്നു കോംപ്ലിക്കേഷൻസ് കൂടുതൽ. ഇതിലൂടെ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നൊരു കൺക്ലൂഷനിലെത്തി. ഈ ഒരു പഠനം പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഇതൊരു പരീക്ഷണമല്ലേ, ദൈവത്തെ പരീക്ഷിച്ചല്ലേ, ഇങ്ങനെ ദൈവത്തെ ടെസ്റ്റ് ചെയ്താൽ ഇങ്ങനെയൊക്കെ റിസൾട്ട് വരൂ എന്നൊക്കെ പറയാമല്ലോ. അതല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത്, ട്രൂ റിലീജിയൻ അല്ലായിരുന്നു അത്, അങ്ങനെയൊക്കെ പറയാമല്ലോ. ശരിക്കും എന്താണ് ട്രൂ റിലീജിയൻ? അങ്ങനെ ഒരു റിലീജിയൻ ഉണ്ടോ? അല്ലെങ്കിൽ ഏതാണ് ശരിയായ ദൈവം? 2024 റിലീസായ ഹെറിറ്റിക് എന്ന സിനിമയിലൂടെ നമുക്ക് ഇക്കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. 2 പെൺകുട്ടികൾ ഒരു പ്രത്യേക സ്ഥലത്ത് പെട്ടുപോയി. അവിടുന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ അക്കൂട്ടത്തിലുള്ള സൈക്കോ അവരെ പിടിച്ചോ കൊന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊക്കെ പുറമെ റിലീജിയൻസിനെ പറ്റിയും അവരുടെ കഥകളെ പറ്റിയും അവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചിന്തിക്കാനും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാനും തയ്യാറായിട്ടുള്ളവർക്ക് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. മോർമോണിസം ഇതൊരു റിലീജിയൻ ആണ്. ഈ റിലീജിയന്റെ പ്രചാരവാഹകരായ 2 പേരെയാണ് നമുക്ക് കഥയുടെ തുടക്കത്തിൽ കാണിച്ചു തരുന്നത്. 2 സിസ്റ്റേഴ്സ്, പാക്സ്റ്റണും ബാൺസും. ബാൺസ് അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ടുള്ള ധൈര്യമുള്ളൊരു സിസ്റ്ററാണ്. പാക്സ്റ്റൺ ആണെങ്കിലോ അത്ര കോൺഫിഡന്റ് അല്ല. പുള്ളിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സംശയമുണ്ട്, ധൈര്യക്കുറവുണ്ട്. സ്റ്റിൽ മോർമോണിസത്തിൽ വിശ്വസിച്ച് കൂടുതൽ ആളുകളെ തങ്ങളുടെ മതങ്ങളിലേക്ക് ചേർക്കാനും മതത്തെ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നു. ഇരുവരും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റി, സൈസ് ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ടോന്ന്. ചില പ്രൊഡക്റ്റുകളൊക്കെ പരസ്യം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഫെയർ ആയിരിക്കണം, അതാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം, അങ്ങനെയുള്ളവരെ മാത്രമേ കാണാൻ കൊള്ളാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേക്ക് മാർക്കറ്റിംഗ്. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് കാണിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു രീതി. ഇത് വിശ്വസിച്ച് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യും. കാണുന്നതും കേൾക്കുന്നതും അപ്പാടെ വിശ്വസിക്കുന്ന ഒരു രീതി. ശരിക്കും കമ്പനി പറയുന്ന പോലെയൊക്കെ ഉള്ളതാണോ? ഇതിന്റെ പുറകിലൊക്കെ എന്ത് സയൻസ് ആണുള്ളതെന്ന് ചിന്തിക്കില്ല. ചെറുപ്പം മുതലേ നമ്മളൊക്കെ ഇത്തരത്തിൽ ട്രെയിൻഡ് ആണെന്ന് പറയേണ്ടി വരും. നമുക്ക് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, എന്താണോ നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്ത് തന്നിട്ടുള്ളത്, ആ വക കാര്യങ്ങളൊക്കെ തിരിച്ചും മറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അപ്പാടെ വിശ്വസിച്ച് പോകുന്നു. ഇവിടെ ഈ സിസ്റ്റേഴ്സ് 2 പേരും ഇങ്ങനെ വിശ്വസിച്ചിട്ടുള്ളവരുടെ തീരുമാനങ്ങളെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാൻ വന്നവരാണ്. മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ ഇവരുടെ മതത്തിലേക്ക് ചേർക്കാൻ വന്നവർ. ഇതുവരെ സിസ്റ്റർ ബാൻസിന് 9ഓളം ആളുകളെ ഇവരുടെ റിലീജിയനിലേക്ക് ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ സിസ്റ്റർ പാക്സ്റ്റൺ ഇതുവരെയും ഒരാളെ പോലും ഇവരുടെ റിലീജിയനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരിക്ക് നല്ല വിഷമമുണ്ട്. ഇന്നെങ്കിലും ആരെയെങ്കിലും തങ്ങളുടെ റിലീജിയനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ വഴിയിൽ കാണുന്ന ആളുകളോടൊക്കെ, ഹലോ, നിങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടോ? ബുക്ക് ഓഫ് മോർമോൺ പഠിച്ച് ഞങ്ങളോടൊപ്പം വന്നാൽ നിത്യരക്ഷ കിട്ടും. സൈക്കിൾ മുരുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പലരോടും ഇവർ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആരും വലിയ മൈൻഡ് ഒന്നും കാണിക്കുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ സ്ട്രീറ്റ്സിൽ ഓടി നടന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന കുറച്ച് കുട്ടികൾ ഇവരെ കണ്ട് ഓടി ഇവരുടെ അടുത്ത് വന്ന്, ഹായ്, നമുക്കൊരു ഫോട്ടോ എടുത്താലോ? സിസ്റ്റേഴ്സും ഓക്കെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ സിസ്റ്ററെ, നിങ്ങൾക്ക് മാജിക് അണ്ടർവെയർ എന്താണെന്നറിയോ? മാജിക് അണ്ടർവെയറോ? അതെന്താ സംഭവം എന്നങ്ങോട്ട് ചോദിച്ചതും നമ്മുടെ സിസ്റ്റർ പാക്സ്റ്റന്റെ പാവാടയെ കൊച്ചു വലിച്ചൂരി. പിള്ളേർ കളിച്ചതാണ്. കുട്ടികൾക്ക് ഇതൊക്കെ തമാശയാണ്. കുട്ടികൾ ഇങ്ങനെ കാണിച്ചത് സിസ്റ്റർ പാക്സ്റ്റൻ ഒരുപാട് വിഷമം ഉണ്ടാക്കി. കണ്ണൊക്കെ നിറഞ്ഞു കരയുന്നുണ്ട്. വീണ്ടും കുറേ കൂടെ മുന്നോട്ട് നടന്ന് അവരൊരു വീട്ടിൽ ചെല്ലും. ഈ വീട്ടിലുള്ള വ്യക്തി മോർമോണിസം സ്വീകരിച്ച് ഇവരുടെ മതത്തിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് സിസ്റ്റേഴ്സ് അങ്ങോട്ട് ചെല്ലുന്നത്. വീടിന് പുറത്തുള്ള ഗേറ്റിൽ അവരുടെ സൈക്കിൾ ലോക്ക് ചെയ്തു. അപ്പോഴേക്കും മഴയൊക്കെ ചാറി തുടങ്ങി. മഴ നനഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, തങ്ങളുടെ മതത്തിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ നേരെ ചെന്ന് വീടിന്റെ ഡോറിൽ നോക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഈ വീട്ടിലൂടെ കയറി സംസാരിച്ചാൽ ഇവരുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറയാം. ഇവരുടെ സഭയിൽ ചേരാൻ സന്നദ്ധത അറിയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തു കൊടുക്കും. ആ ലിസ്റ്റ് പ്രകാരം ഓരോരുത്തരുടെ വീട്ടിൽ പോയി സംസാരിച്ച് അവരുടെ സംശയങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് പറ്റുമെങ്കിൽ അവരെ ഇവരുടെ മതത്തിലേക്ക് കൊണ്ടുവരും. ഇവരുടെ മതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. വാതിൽ തുറക്കുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് റീഡ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് റീഡ്. നിങ്ങൾ സിസ്റ്റർ പാക്സ്റ്റൺ, സിസ്റ്റർ ബാൻസ് അല്ലേ? അതെ അതെ അതെ. യേശുക്രിസ്തുവിന്റെ സഭയിൽ ചേരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ ബുക്കിൽ സഭയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓ, ഈ ബുക്ക്ലെറ്റോ? ഇത് ഓൾറെഡി എൻ്റെ ഉണ്ടല്ലോ. ഏതായാലും തന്നേക്ക്, ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. സിസ്റ്റർ പാക്സ്റ്റൺ ഒരുമാതിരി വെപ്രാളപ്പെട്ട് ഭയങ്കര തിടുക്കം പിടിച്ചാണ് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ദൈവത്തെ പറ്റി, ദൈവത്തിന്റെ പ്രവാചകന്മാരെ പറ്റി, ആദം, നോവ, അബ്രഹാം, മോശ, പിന്നെ ഇങ്ങോട്ട് നടന്നിട്ടുള്ള മതത്തിന്റെ ചരിത്രം, സഭയുടെ ചരിത്രം, 1800-കളിൽ ഇവരുടെ സഭ രൂപീകരിക്കപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എടുത്തടിച്ചങ്ങ് പറയാണ്. കേട്ട് നിൽക്കുന്ന ആൾക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കൊടുക്കാതെ പെട്ടെന്ന് ഓരോന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതിയില്ലേ, അതാണ് സിസ്റ്റർ പാക്സ്റ്റനോട് ഉപയോഗിക്കുന്നത്. അതെ അതെ അതെ, ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ ഈ മഴയത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ എങ്ങനെ? വാ, അകത്ത് വാ. അതിന് സിസ്റ്റർ ബാൻസ് അദ്ദേഹത്തോട്, ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അകത്ത് വരാൻ പറ്റൂ. യെസ് ഉണ്ടല്ലോ, എന്റെ ഭാര്യ അകത്തുണ്ട്, അവള് സ്ത്രീയല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് വരൂ, എന്തിനാണ് മഴ നനയുന്നത് എന്നും പറഞ്ഞ് ഇദ്ദേഹം ഇവരെ അകത്ത് കയറ്റി. കണ്ടില്ലേ, അത്രയും നേരം മഴയത്ത് നിന്ന് നിങ്ങളുടെ 2 പേരുടെയും കോട്ടൊക്കെ നനഞ്ഞു. അതിങ്ങി ഒരു തന്നോളൂ. എന്റെ ഭാര്യ കിച്ചണിൽ പൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, അപ്പോഴേക്കും കോട്ട് ഉണങ്ങും. ഇവരും കോട്ട് ഊരി കൊടുത്തു. ഇദ്ദേഹം മറ്റൊരു റൂമിലേക്ക് കയറിപ്പോയി കോട്ട് അവിടെ എവിടെയോ വിരിച്ചിടും. റീഡിന്റെ വീടിനുള്ളിൽ ഒരു ചിത്രശലഭത്തെയൊക്കെ സിസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെന്റിനടുത്തായിട്ട് അങ്ങനെ ഇരിക്കുന്നതും പിന്നെ അവിടുന്ന് പറന്ന് മാറി പോകുന്നതും.
ഒക്കെ. അപ്പോഴേക്കും റീഡ് ഇവർക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് വന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം റിലീജിയൻസിനെ പറ്റിയും റിലീജിയൻസിന്റെ ഇപ്പോഴത്തെ പ്രസക്തിയെ പറ്റിയും ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിനെ പറ്റിയും മതങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ആദ്യം തന്നെ സിസ്റ്റേഴ്സ് ഇരുവരുടെയും സ്ഥലമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. സിസ്റ്റർ പാക്സൺ ഇതേ മതത്തിൽ തന്നെയാണ് ജനിച്ചത്. സിസ്റ്റർ ബാൺസും അവളുടെ അമ്മയും പല റിലീജിയനെ പറ്റി മനസ്സിലാക്കി അവരെ പറ്റി പഠിച്ച് പലതവണ ഓഡീഷനൊക്കെ ചെയ്തിട്ടാണ് ഈ റിലീജിയൻ ചൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന റീഡും യാ അതാണ് ശരിയായിട്ടുള്ള കാര്യം. നമ്മൾ ആദ്യം എല്ലാം പഠിക്കണം, പഠിക്കാനുള്ള മനസ്സ് കാണിച്ച് അറിവ് നേടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ട്രൂ റിലീജിയൻ തിരഞ്ഞെടുക്കാൻ. ഈ റീഡ് ഓൾറെഡി ബുക്ക് ഓഫ് മോർമോൺ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ബുക്ക് ഓഫ് മോർമോൺ ഉണ്ട്. അദ്ദേഹം ഇതൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സിനും സന്തോഷം. 1820 ജോസഫ് സ്മിത്ത് എന്നൊരു വ്യക്തിയാണ് ഈ ഒരു മതം തുടങ്ങി വെക്കുന്നത്, മോർമോണിസം. ഇത് തുടങ്ങി വെക്കാൻ കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു ഏഞ്ചൽ വന്നു. മൊറോണി എന്നൊരു ഏഞ്ചൽ വന്ന് ദൈവത്തിന് വേണ്ടി, ജീസസ് ക്രൈസ്റ്റിന് വേണ്ടി ഇങ്ങനെ ഒരു സഭ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മൊറോണിയെ കൂടാതെ ബൈബിളിലുള്ള പല ക്യാരക്ടേഴ്സും, ജോൺ ഉൾപ്പെടെയുള്ള പല ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി മുന്നോട്ടുള്ള കാലത്തിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ തങ്ങളായിരിക്കും, ദൈവം തങ്ങളിലൂടെയാണ് ഓരോ പ്രവചനങ്ങൾ നടത്താൻ പോകുന്നത്. ത്രിയേക ദൈവം എന്നുള്ള കൺസെപ്റ്റൊക്കെ ഇല്ലാണ്ടായി. ഇനി എന്താണോ ഇവർ പറയുന്നത്, ജോസഫ് സ്മിത്തും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും പറയുന്നത് അതാണ് വിശ്വസിക്കേണ്ടത് എന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ. ഇവിടെ സിസ്റ്റർ ബാൺസിന്റെ അച്ഛനെ പറ്റിയും അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റിയൊക്കെ റീഡ് ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളൊക്കെ കേട്ട് വിഷമിച്ചിട്ടാവണം ബാൺസിന് ഒന്നിനും അങ്ങോട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആൻഡ് അവളുടെ കയ്യിൽ ഒരു പ്രത്യേക മാർക്കുണ്ട്, അതും റീഡ് ശ്രദ്ധിക്കുന്നുണ്ട്. മരണത്തെപ്പറ്റിയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയൊക്കെ ഡിസ്കഷൻ വന്നപ്പോൾ നമ്മുടെ പാക്സൺ പറയുന്നത് അവളുടെ മരണത്തിന് ശേഷം അവളൊരു ചിത്രശലഭമായി മാറി, ഒരു ബട്ടർഫ്ലൈ ആയി മാറി, അവളെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീട്ടിലെ കുറച്ച് ലൈറ്റ്സ് ഓഫ് ആയി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പവർ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അത്രേ. റീഡ് ഇവരുടെ മതത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഒരാണിന് മൾട്ടിപ്പിൾ ഭാര്യമാരുണ്ടാകുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ്. ഇവരുടെ ഈ റിലീജിയന്റെ തുടക്ക സമയത്ത് ജോസഫ് സ്മിത്തിനൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അവരുടെ പ്രവാചകന്മാർ പലർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിൽക്കാലത്ത് ഈ ഒരു രീതി നിർത്തലാക്കിയതാണ്. ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ബാൺസ് പറയുന്നത്, അത് പിന്നെ ആ കാലത്ത് യുദ്ധങ്ങളൊക്കെ കൂടുതലായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് കുറയുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ കൂടുതൽ ഭാര്യമാരെ ആശ്രയിച്ചു, കൂടുതൽ കുട്ടികളുണ്ടാവും. സോ നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് സ്ട്രോങ് ആവാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സഭയ്ക്ക് അങ്ങനത്തെ ഒരു നിയമമില്ലല്ലോ, അതൊക്കെ മാറ്റിക്കളഞ്ഞില്ലേ നമ്മൾ. നീ അതിന് ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആക്ച്വലി അത് അങ്ങനെയല്ല. ജോസഫ് സ്മിത്തിന് ഒരുപാട് പെണ്ണുങ്ങളോട് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അയാൾ അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു നിയമം മാത്രമാണിത്. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള അങ്ങേരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളെ പോലും അയാൾ വെറുതെ വിട്ടിട്ടില്ല. ദൈവത്തിന്റെ അരുളപ്പാടെന്നൊക്കെ പറഞ്ഞ് ഓരോ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് ആളുകളെ പറ്റിക്കുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദൈവത്തിന് എന്തെങ്കിലും മനുഷ്യരെ അറിയിക്കാനുണ്ടെങ്കിൽ അത് മനുഷ്യരിലൂടെയാണ് അറിയിക്കേണ്ടത്. ഈ സോ കോൾഡ് പ്രവാചകന്മാരൊക്കെ കള്ളം പറയത്തില്ലെന്ന് ആര് കണ്ടു? ഇതെല്ലാം കേട്ട് സിസ്റ്റേഴ്സിന് ഉത്തരവില്ലാണ്ടായി പോയി. അല്ല, അത് പിന്നെ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾ വേണം ഞങ്ങളുടെ ബിഷപ്പിനോട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ദെൻ റീഡ് അദ്ദേഹം പഠിച്ചിട്ടുള്ള റിലീജിയൻസിനെ പറ്റിയൊക്കെ ഇവരോട് സംസാരിക്കുന്നുണ്ട്. റിലീജിയൻസിനെ പറ്റി മാത്രമല്ല ഒരുപാട് കാര്യങ്ങളെ പറ്റി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഉത്തരങ്ങൾ തേടി പോയിട്ടുണ്ട്. എന്തിനും ഏതിനും ഉത്തരം ദൈവം എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അന്വേഷിച്ചിറങ്ങുക തന്നെ ചെയ്യണം. അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണം. പഠിച്ചു തുടങ്ങുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇനിയും പഠിക്കാൻ ഒരുപാടുണ്ടെന്ന്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ പഠിക്കുമ്പോൾ പിന്നെയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവും. ഇത്രയൊക്കെ ഞാൻ പഠിച്ചത് എന്തിനാണെന്നറിയോ? ട്രൂ റിലീജിയൻ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി. ആൻഡ് ഫൈനലി ട്രൂ റിലീജിയൻ ഏതാണെന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സിസ്റ്റേഴ്സിന് കുറച്ചധികം പേടിയാവുന്നുണ്ട്. ചർച്ചയിൽ നിന്ന് ഇവരെ സ്പൂൺ ഫീഡ് ചെയ്ത് വിട്ടിരിക്കുന്ന ഡയലോഗ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പാടാണെന്ന് ഇരുവരും മനസ്സിലാക്കി. വീടിനകത്ത് കയറിയിട്ട് കുറേ സമയമായി. ഇപ്പോഴും ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെയും അവരെ കണ്ടില്ലല്ലോ. സാർ, നിങ്ങളുടെ ഭാര്യ ഒന്ന് കാണാൻ പറ്റുമോ? അവരിപ്പോഴും കിച്ചണിൽ തന്നെയാണോ? ഓ അതിനെന്താ, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് റീഡ് കിച്ചണിലേക്ക് പോയി. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ സിസ്റ്റേഴ്സിന് ആകെ മൊത്തം ഒരുമാതിരിയായി. ഇദ്ദേഹത്തോട് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത് കേട്ടിരിക്കാനും പറ്റുന്നില്ല. എന്തായാലും എത്രയും വേഗം ഇവിടുന്ന് പോയേക്കാവുന്ന കരുതി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവർക്ക് നേരത്തെ കുടിക്കാൻ ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വന്നതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നൊരു ക്യാൻഡിൽ ഇവർ ശ്രദ്ധിക്കുന്നത്. അതിന്റെ പുറത്ത് ബ്ലൂബെറി പൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ കിച്ചണിൽ ഭാര്യ പൈ ഉണ്ടാക്കുന്നു എന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇതായിരിക്കൂ. റീഡിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരി കിച്ചണിൽ പൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് കള്ളത്തരമായിരിക്കൂ. അപ്പോഴേക്കും റീഡ് തിരിച്ചു വന്നു. ഇതുവരെയും സിസ്റ്റേഴ്സ് അവർക്ക് കൊടുത്ത് ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചിട്ടില്ല. കഫൈനുള്ള പാനീയങ്ങളൊന്നും അവർ കുടിക്കത്തില്ലത്രേ. സോ റീഡ് ആ ഡ്രിങ്ക്സ് എല്ലാം എടുത്ത് ട്രെയിൽ വെച്ച് വരൂ ഞാൻ എൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഇവരെ അടുത്ത റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. എന്നാൽ ആകെ ഒരുമാതിരി പേടിച്ചെന്ന് നമ്മുടെ സിസ്റ്റർ ബാൺസ് സിസ്റ്റർ പാക്സിനെ പിടിച്ചു നിർത്തി ഇവളുടെ ഫോൺ എടുത്ത് വെറുതെ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ചർച്ചയിൽ നിന്നൊരു കോൾ വരുന്നുണ്ടെന്ന് കള്ളത്തരം പറഞ്ഞ് അവിടെ നിന്നു. റീഡിന് പുറകെ പോകേണ്ട, അത് അത്ര സേഫ് അല്ല, ഇവിടുന്ന് പോയേക്കാമെന്നാണ് ബാൺസ് പറയുന്നത്. പോയേക്കാമെന്ന് കരുതി വാതിലിനടുത്തേക്ക് നടന്നു ചെന്നപ്പോഴാണ് ഇവരുടെ കോട്ടിന്റെ കാര്യം ഓർക്കുന്നത്. ഇരുവരുടെയും സൈക്കിൾ പുറത്ത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. സൈക്കിൾ ലോക്ക് ചെയ്തിരിക്കുന്ന ലോക്കിന്റെ താക്കോല് നമ്മുടെ ബാൺസിന്റെ കോട്ടിന്റെ പോക്കറ്റിലായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കോട്ട് തിരിച്ചു വാങ്ങണ്ടേ? ഇരുവരുടെയും കോട്ടിന്റെ കാര്യം ചോദിക്കാൻ പോലും ഇവർക്ക് പേടിയാണ്. ശരി, എന്തെങ്കിലും ആട്ടെ, സൈക്കിൾ ഇല്ലെങ്കിൽ നടന്നു പോയേക്കാന്ന് കരുതി രണ്ടാളും ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോഴാവട്ടെ ഡോർ ഓപ്പൺ ആവുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഡോറോ അനങ്ങുന്നില്ല. അത് അങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. സഹായത്തിന് വേണ്ടി ചർച്ചിലെ ആരെങ്കിലും ഫോൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കോളും കണക്ട് ആവുന്നില്ല. വീടിന് പുറത്ത് കാലാവസ്ഥ ഇത്തിരി മോശമാണ്, സ്നോ ഒക്കെ വീഴുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. ഇതിപ്പോൾ പുറത്തിറങ്ങാനും പറ്റുന്നില്ല, പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഡോർ ഇങ്ങനെ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തോ അപാകതയുണ്ട്. മിസ്റ്റർ റീഡ് അത്ര നല്ലവനല്ല, തങ്ങൾ പെട്ടു എന്ന് ഇരുവർക്കും മനസ്സിലായി. ഉടനടി തന്നെ വീടിനുള്ളിൽ കത്തി നിന്ന ബാക്കി ലൈറ്റ്സും ഓഫായി പോകുന്നുണ്ട്. പുറത്തിറങ്ങാൻ മറ്റു വഴിയില്ലാത്തതുകൊണ്ടും സാഹചര്യമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടും ഇരുവരും വളരെ പേടിച്ചിട്ടാണെങ്കിലും മിസ്റ്റർ റീഡ് കയറിപ്പോയി അതേ വഴി ഇങ്ങനെ മുന്നോട്ട് കയറി ചെല്ലാണ്. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ റീഡ് ദേ അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു. ഹലോ മിസ്റ്റർ റീഡ്,
റീഡ്, എന്താ നിങ്ങൾ അവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അത് മിസ്റ്റർ റീഡ് ആയിരുന്നില്ല, ഒരു പ്രതിമയായിരുന്നു. വെട്ടമില്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. വീണ്ടും കുറേ മുന്നോട്ട് ചെന്നു. സിസ്റ്റേഴ്സ് ഒരു റൂമിൽ കയറി. അതിനകത്ത് കുറേയധികം പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. മറ്റ് 2 വാതിലുകളുണ്ട്. റീഡും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ മിസ്റ്റർ റീഡ് ചർച്ചിൽ നിന്ന് സിസ്റ്റർ ഹോൾ ഞങ്ങളെ വിളിച്ചായിരുന്നു, വളരെ അത്യാവശ്യമായിട്ട് ചർച്ചിലോട്ട് ചെല്ലണമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി കൂടുതൽ സമയം നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ. ഓ അങ്ങനെയാണോ, അതാ നിങ്ങളുടെ 2 കോട്ട്സ് ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ് ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് റീഡ് പിന്നെയും അവിടുന്ന് മാറിപ്പോയി. സിസ്റ്റേഴ്സ് അവരുടെ കോട്ട് എടുത്ത് നോക്കിയപ്പോൾ ബാൺസിന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന സൈക്കിൾ ലോക്കിന്റെ കീ കാണാനില്ല. പാക്സ്റ്റൺ പുള്ളിക്കാരുടെ കോട്ടിന്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ അതിനകത്ത് കീ ഉണ്ട്. ഇതെങ്ങനെ ഈ കോട്ടിന്റെ പോക്കറ്റിൽ വന്നു? ബാൺസ് ആണ് സൈക്കിൾ ലോക്ക് ചെയ്തത്. കീ അവളുടെ കോട്ടിന്റെ പോക്കറ്റിലായിരുന്നു. അതിനർത്ഥം റീഡ് ഇവരുടെ കോട്ടിന്റെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ആ കീ എടുത്തിട്ടുണ്ട്. കീ തിരിച്ചു വെച്ചപ്പോൾ പുള്ളിക്കാരൻ കോട്ട് മാറിപ്പോയിട്ടുണ്ടാവും. വാട്ടവർ, കോട്ടും കിട്ടി, കീയും കിട്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയാൽ മതി. അതിനാദ്യം ഡോർ ഓപ്പൺ ചെയ്യണമല്ലോ. വീടിന്റെ ഡോർ ലോക്കായി കിടക്കുകയാണ്, അതൊന്ന് മാറ്റി തരണമെന്ന് മിസ്റ്റർ റീഡിനോട് പറഞ്ഞപ്പോൾ അത് മാറത്തില്ല കേട്ടോ, അതൊരു പ്രത്യേക ടൈമർ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡോർ അങ്ങനെയൊന്നും പെട്ടെന്ന് ഓപ്പൺ ആവത്തില്ല. നിങ്ങൾക്ക് പോകാനാണെങ്കിൽ ഇതാണ് ബാക്ക് ഡോർ, ഇതുവഴി ഇറങ്ങി പോവാം. അല്ല, അങ്ങനെ പറഞ്ഞാൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് തരുന്നതായിരുന്നു ഞങ്ങൾക്ക് സൗകര്യം. ഓ ഐ എം റിയലി സോറി, ഫ്രണ്ട് ഡോർ ഇനി രാവിലെ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. നിങ്ങൾക്ക് ഇതുവഴി പോകാമല്ലോ, വരൂ ബാക്ക് ഡോർ വഴി അങ്ങ് പോവാം. റീഡ് ഉടായി പിറക്കാണെന്ന് മനസ്സിലാക്കി സിസ്റ്റർ പാക്സൺ ഒരുമാതിരി അങ്ങ് കെഞ്ചിക്കുകയാണ്. സർ പ്ലീസ്, ഞങ്ങൾക്ക് പോകണം. എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ആരോ വിളിച്ചു എന്നൊക്കെ നിങ്ങൾ കള്ളത്തരം പറഞ്ഞു പോകാൻ നിൽക്കുമല്ലേ. സിസ്റ്റേഴ്സ് അങ്ങ് ഞെട്ടിപ്പോയി. കള്ളത്തരം പറഞ്ഞു? സർ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതെന്റെ വീടാണ്, വീടിന്റെ ചുമരുകളിലെല്ലാം മെറ്റലുണ്ട്, ഇതിനുള്ളിൽ കോൾ ചെയ്യാനുള്ള സിഗ്നൽ ഒന്നും കിട്ടൂല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കോൾ വന്നേ? നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ? സിസ്റ്റേഴ്സിന് മറുപടിയില്ല. രണ്ടുപേരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ പോവാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളതിന് സില്ലി റീസൺസ് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 2 വാതിലുണ്ട്, ഇതിൽ ഏതിലൂടെ വേണേലും നിങ്ങൾക്ക് പുറത്തു പോവാം. സിസ്റ്റേഴ്സ് പിന്നെയും സ്റ്റക്കായി. ഇതിൽ ഏത് വാതിലാണ് കറക്റ്റ്, ഏതിലൂടെ പുറത്തു പോകും? നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഞാൻ ആദ്യം നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി കിച്ചണിൽ പൈ ഉണ്ടാക്കുവാണെന്ന്, നിങ്ങൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന്? അതും കൂടെ കേട്ടതോടെ സിസ്റ്റേഴ്സിന് തൃപ്തിയായി. എല്ലാ തരത്തിലും ഇങ്ങേരി ഇവരെ പറ്റിച്ചു. ഇപ്പോഴും മിസ്റ്റർ റീഡ് പറയുന്നത് സിസ്റ്റേഴ്സിന് 2 പേർക്കും ഈ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ പോകാം, പക്ഷേ ബാക്ക് ഡോർ വഴിയേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ 2 ബാക്ക് ഡോർ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോർ വഴി പോകാമെന്നൊക്കെ. ഇതെല്ലാം കൂടെ കേട്ട് വേറെ വഴിയില്ലാത്ത സിസ്റ്റർ ബാൺസ് രണ്ടും കൽപ്പിച്ച് അതിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നോക്കി. അവിടെ എന്തോ കണ്ട് പുള്ളിക്കാരി പേടിക്കുന്നുണ്ട്. ശേഷം അടുത്ത ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവിടെയും അതേ കാഴ്ച തന്നെ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ 2 ഡോറുകളും വീടിന്റെ ബേസ്മെന്റിലേക്കാണ് പോകുന്നത്. ഇതുവഴി പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റീഡ് ഇവരെ 2 പേരെയും ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. ഓൾറെഡി കുരുക്കിൽപ്പെട്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ ബേസ്മെന്റിലേക്കും കൂടെ ഇറങ്ങിയാൽ കൂടുതൽ പണിയാവും. അവിടുന്ന് കട്ടിയാൽ നമുക്ക് എൽഡർ കെന്നഡിയെ കാണാം. ഇദ്ദേഹവും ചർച്ചിന്റെ ആളാണ്. സിസ്റ്റർ ബാൺസും പാക്സണും പോയിട്ട് കുറേ സമയമായി, ഇതുവരെ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് എവിടെയാണെന്ന് അന്വേഷിക്കണമല്ലോ. സോ ചർച്ചിന്റെ സൈഡിൽ നിന്ന് കെന്നഡി അവരെ അന്വേഷിച്ചിറങ്ങി. ഇവിടെ റീഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ വീട് പുറത്തുനിന്ന് കണ്ടതല്ലേ, എൻ്റെ വീടിന്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ആദ്യം ബേസ്മെന്റിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പുറത്തു പോകാനേ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ ആയിട്ടും സിസ്റ്റേഴ്സ് ഇങ്ങനെ വിശ്വസിക്കുന്നത് മണ്ടത്തരമല്ലേ. അതുകൊണ്ട് 2 പേരും താഴേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളെ തിരക്കി വരും. സോ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ലേ നല്ലത്. ഇതിനിടെ സിസ്റ്റർ പാക്സ്റ്റൺ ഈ റൂമിലുള്ള വളരെ മൂർച്ചയുള്ള ഒരു കത്തി പോലൊരു സാധനം ശ്രദ്ധിക്കുന്നുണ്ട്. റീഡിന് ഇവരെ അപായപ്പെടുത്താനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് വേണം എടുത്ത് യൂസ് ചെയ്യാവുന്നത്. റീഡ് ഇപ്പോൾ പറയുന്നത് ഇവിടെ 2 ഡോർ ഉണ്ടല്ലോ, ഈ 2 ഡോറിൽ ഏത് ഡോർ വേണമെന്ന് ഇവർ സിൻസിയർ ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്താൽ ഒരു പ്രശ്നമില്ലാതെ ഇവർക്ക് പുറത്തു പോകാൻ പറ്റും. ചൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളിക്കാരൻ ഒരു ഗെയിം ബോക്സ് എടുത്ത് കാണിച്ചു. മോണോപ്പൊളി 100ലേറെ രാജ്യങ്ങളിൽ 47 ലാംഗ്വേജസിൽ ഈ ഗെയിം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബില്യൺസ് ഓഫ് ആളുകൾ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ ഗെയിം ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. എക്സാക്ട്ലി ലൈക്ക് ബൈബിൾ, ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട്, കോടാനുകോടിക്കണക്കിന് ആളുകൾ വായിക്കുന്നുണ്ട്, എങ്കിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ അതിന്റെ ആക്ച്വൽ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. മോണോപ്പൊളിക്ക് മുമ്പ് ഇതേപോലെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ദ ലാൻഡ് ലോഡ്സ് ഗെയിം. ആക്ച്വലി ശരിക്കും ഈ ലാൻഡ് ലോഡ് ഗെയിമിനെ കോപ്പി അടിച്ചാണ് മോണോപ്പൊളി വന്നത്. സ്റ്റിൽ മോണോപ്പൊളി കൂടുതൽ പോപ്പുലറായി. റീഡ് ഇങ്ങനെ ഗെയിമിനെ പറ്റിയും ബൈബിളിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്, അതും എക്സാക്ട്ലി ഒരു സൈക്കോടെ കൂട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് പേടിയായി. അയാൾ ജസ്റ്റ് അങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മുടെ പാക്സ്റ്റൺ അവളുടെ മൊബൈലിൽ ഇവിടെ നിന്ന് ഓടിപ്പോയാലോ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ബാൺസിനെ കാണിക്കുന്നുണ്ട്. എങ്ങോട്ട് ഓടിപ്പോവാനാണ്? ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റത്തില്ല. ബാക്കിലുള്ള ഈ 2 ഡോറുകളിൽ ഏത് ഡോർ വഴി പോയാലാണ് പുറത്തിറങ്ങാൻ പറ്റുക എന്ന് അറിയത്തില്ല. റീഡ് വിചാരിക്കാതെ ഇവർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ്. റീഡ് പിന്നെയും തിരിച്ചു വന്ന് മതങ്ങളെ പറ്റി സംസാരിക്കുന്നു. ലോകത്ത് പ്രധാനമായിട്ടും 3 മതങ്ങളാണുള്ളത്: ജൂഡിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം. ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ 3 മതങ്ങൾ. ജൂഡിസത്തെ നമുക്കിവിടെ ദ ലാൻഡ് ലോഡ്സ് ഗെയിം ആയിട്ട് പറയാം. OG വെർഷൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവരോട് ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്ത്യാനിറ്റി വന്നു. ജൂഡിസത്തെ കോപ്പി അടിച്ച് വന്നതാണെങ്കിലും ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതം, ഏറ്റവും പോപ്പുലർ വെർഷൻ, ലൈക്ക് ലാൻഡ് ലോഡ്സ് ഗെയിമിനെ കോപ്പി അടിച്ച് മോണോപ്പൊളി വന്ന പോലെ. ആൻഡ് ഇസ്ലാം, ദ ന്യൂവർ, സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ റിലീജിയൻ. എനിക്ക് നിങ്ങളുടെ ബുക്ക് ഓഫ് മോർമോൺ തരാൻ പറ്റുമോ? സിസ്റ്റർ പാക്സണും ഒരു പേടിയോടെയാണെങ്കിലും പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് ഓഫ് മോർമോൺ റീഡിന് കൊടുത്തു. അതാ ഇത് 800 വർഷങ്ങൾക്ക് ശേഷം വന്ന മോർമോണിസം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയെ പോലെ സ്പെസിഫിക് റീജിയനിൽ ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഒറിജിനൽ റിലീജിയനെ കാർന്ന് തിന്ന് ബെറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ ആരാണോ പോപ്പുലർ അവർ ഒറിജിനൽ എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ഈ ഫോട്ടോസ് തന്നെ നോക്കൂ. മതങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥകളാണിവ. ഏൻഷ്യൻ പീപ്പിൾസ് പറഞ്ഞു പഴകിയ ഈ കഥ പല രീതിയിൽ കൺവേർട്ട് ചെയ്തെടുത്ത് മതങ്ങൾ അവരുടെ കഥകളാക്കി മാറ്റി. എത്രയോ വർഷങ്ങളായിട്ട് കേൾക്കുന്ന രക്ഷകന്റെ കഥ, അതും ഒരു കന്യകയിൽ നിന്ന് ജനിച്ചു, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, അവസാനം ഉയർത്തെഴുന്നേറ്റു. ഇതേ സ്റ്റോറി ജീസസ് ജനിക്കുന്നതിനും 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു. ഈ ഫോട്ടോസ് കണ്ടില്ലേ? അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള മിത്രാസ്.
വെള്ളത്തിന് മുകളിലൂടെ നടന്ന ഹോറസ്, അദ്ദേഹവും ക്രൂശിക്കപ്പെട്ടു. പിന്നെ കാർപ്പൻ്റർ ആയിരുന്ന കൃഷ്ണ ഇതിനു മുന്നേ പറഞ്ഞു കേട്ട കഥകൾ പോലെ തന്നെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു സെക്ഷനിൽ 12 ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇവരെല്ലാം ഡിസംബർ 25-നാണ് ജനിച്ചത്. ചിലർ എക്സാക്ട് ഡേറ്റ് പറയും, ചിലർ നാള് പറയും, ചില മതങ്ങൾ സീസൺ അനുസരിച്ചും പറയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്നോ പറഞ്ഞു കേട്ട കഥകളുടെ ആവർത്തനം മാത്രമാണ് എല്ലാ മതങ്ങളും. കാലങ്ങൾ പോകെ പോകെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മുന്നോട്ട് പോകെ ഇനിയിപ്പോൾ സ്റ്റാർ വാർസിലെ ജാർ ജാർ ആവും അടുത്ത ദൈവം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ ദൈവം റിയൽ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈവൻ ബെഡിൽ ആരും അറിയാതെ ചെയ്യുന്നത് പോലും അദ്ദേഹം അറിയുന്നുണ്ട്. മതങ്ങൾ എതിർക്കുന്ന ഗേ, ലെസ്ബിയൻ പോലെയുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്തതും ദൈവമാണ്. ആ ദൈവം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളെ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും പേടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ദൈവം ഇല്ലെന്നാണെങ്കിൽ ഒരു പാറ കഷ്ണത്തിലുണ്ടായ കെമിക്കൽ ചേഞ്ചസ് കാരണം നമ്മളൊക്കെ ഉണ്ടായി. എന്തിനോ ജനിച്ചു, എന്തിനു വേണ്ടിയോ ജീവിക്കുന്നു, ഒരു എറ്റേണൽ ലൈഫ് ഇല്ലാതെ ഒന്നിനും അർത്ഥമില്ലാത്ത ഇങ്ങനെ ഒരു ജീവിതം, അതും പേടിപ്പിക്കുന്ന ഒന്നാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ റീഡ് അവിടുന്ന് പുറത്തു പോകാനുള്ള 2 വാതിലുകളിൽ ഒന്നിൽ ബിലീഫ് എന്നും മറ്റൊന്നിൽ ഡിസ്ബിലീഫ് എന്നും എഴുതി വെച്ചു. ഇതിൽ ഏത് വാതിൽ വേണമെങ്കിലും ഇവർക്ക് ചൂസ് ചെയ്യാം. ഇവർ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇവർ ഇവിടുന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. സഭ പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ദൈവത്തിൻ്റെതാണ് സഭ, സഭയെ നമ്മൾ അനുസരിച്ചേ പറ്റൂ എന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ ആദ്യം അവരൊന്നും അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിന്നു. എന്തേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ സഭയുടെ 15ാമത്തെ പ്രസിഡന്റിന്റെയാണ് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് 2 പേരും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് സമ്മതിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ വിശ്വാസം. ഇവരുടെ വിശ്വാസത്തെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ അതേ വിശ്വാസത്തിലുള്ളവർ എന്ത് പറയുന്നു അത് അതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ആ പറയുന്നതിലെ തെറ്റും ശരിയും ചിന്തിക്കാനേ പോകാറില്ല. ഇത്രയൊക്കെ കേട്ടതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2 ഓപ്ഷനാണുള്ളത്, ബിലീഫ് ഓർ ഡിസ്ബിലീഫ്. ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്ലീസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വാതിൽ തുറന്ന് നിങ്ങൾക്ക് താഴേക്ക് പോവാം. ഒരുമാതിരി അങ്ങ് പേടിച്ച് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിൽ നിന്ന് സിസ്റ്റർ പാക്സൺ ഡിസ്ബിലീഫ് ഡോറിനടുത്ത് ചെന്നു. എന്നാൽ ബാൺസ് ചൂസ് ചെയ്യുന്നത് ബിലീഫ് എന്നെഴുതിയ ഡോറാണ്. റീഡ് ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ദൈവമില്ല, റിലീജിയൻ ഇല്ല, ഇതൊക്കെ ഒരു ഇറ്ററേഷൻസ് മാത്രമാണ്, കഥകൾ അങ്ങനെയാക്കിയതാണ് ഇങ്ങനെയാക്കിയതാണെന്നൊക്കെ പറഞ്ഞാലും ദൈവമുണ്ട്, അത് സത്യം തന്നെയാണ്. തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന അവൾ ബിലീഫ് എന്ന ഡോർ ചൂസ് ചെയ്യുന്നു. റീഡ് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഈ എല്ലാ സ്റ്റോറീസും തമ്മിൽ കണക്ഷൻ ഉണ്ട്, എല്ലാ ദൈവങ്ങളുടെയും സ്റ്റോറി ഇറ്ററേഷൻസ് മാത്രമാണ്, ഒരു സ്റ്റോറി തന്നെ പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചതാണെന്നൊക്കെ. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടതെന്നാണ് ബാൺസ് പറയുന്നത്. ഓരോ സ്റ്റോറിക്കും ഓരോ ദൈവത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ചില ദൈവങ്ങൾ താമരപ്പൂവിലിരിക്കുന്നു, ചില ദൈവങ്ങൾ താമരപ്പൂവിന്റെ പരിസരത്തേ ഇരിക്കുന്നില്ല, ചില ദൈവങ്ങൾ മാത്രമാണ് മനുഷ്യർ, ചില ദൈവങ്ങൾക്ക് ആനിമൽസിന്റെ തലയൊക്കെയാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാ കഥകളും വ്യത്യസ്തമാണ്. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കഥയിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയതല്ല ഇതൊന്നും. ദൈവം എന്നത് റിയൽ ആണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ബാൺസ് ബിലീഫ് ഡോർ തന്നെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞതോടെ പാക്സണും സമ്മതിച്ചു. ഇരുവരും ബിലീഫ് എന്ന ഡോർ തുറന്ന് താഴേക്ക് ഇറങ്ങി. ഇവർ പതിയെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും റീഡ് വന്ന ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ടോർച്ചിന്റെ പ്രകാശത്തിൽ ഇവർ പതിയെ താഴേക്ക് ഇറങ്ങി ചെന്നു. അവിടെ ആവട്ടെ പുറത്തേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല. ചുറ്റുപാട് നോക്കിയപ്പോൾ മുകളിൽ കുറച്ചിങ്ങനെ പൊട്ടിയിരിപ്പുണ്ട്. അതിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി ഇങ്ങനെ തുള്ളിയായിട്ട് അകത്തേക്ക് വീഴുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രം ചെറിയൊരു വെന്റും ഉണ്ട്. അത് അത്യാവശ്യം ഹൈറ്റിലാണ്. അവിടെ വരെ വലിഞ്ഞു കയറാൻ പറ്റിയാൽ ഒരു പക്ഷേ ആ വെന്റ് വഴി പുറത്തു പോകാൻ സാധിച്ചേക്കും. ഒട്ടും സമയം കളയാതെ നമ്മുടെ സിസ്റ്റർ ബാൺസ് അവിടെ കിടന്നൊരു ടേബിളും കസേരയും എടുത്തിട്ട് അതിന് മുകളിൽ കയറി ഇരുന്ന് ആ വെന്റിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. എത്തി വലിഞ്ഞു പിടിച്ചത് ഇളകിയിരുന്നൊരു പലകയിലായിരുന്നു. പലകയാണെങ്കിൽ പൊട്ടി താഴെ വീണു. അതിൽ 3 ആണികൾ ഇങ്ങനെ കൂർത്തിരിപ്പുണ്ട്. അത് ഇവരുടെ ദേഹത്ത് കൊള്ളാഞ്ഞത് ഭാഗ്യം. ഇതേ സമയം തന്നെ മുകളിൽ നിന്ന് ആരോ താഴേക്ക് ഇറങ്ങി വരുന്ന ശബ്ദവും കേൾക്കാം. റീഡാവും വരുന്നതെന്ന് കരുതി ഇവർ പെടുന്ന ടേബിളും കസേരയും ഒക്കെ പഴയ പോലെ ഇട്ടു. സിസ്റ്റർ ബാൺസ് പുള്ളിക്കാരുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് മൂർച്ചയുള്ള കത്തി പോലൊരു സാധനം എടുത്ത് നമ്മുടെ പാക്സന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഈ സാധനം മുകളിലത്തെ റൂമിൽ കിടക്കുന്നത് ഇവർ കണ്ടിരുന്നു. റീഡ് കാണാതെ നമ്മുടെ ബാൺസ് ഈ സാധനം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇപ്പോൾ പാക്സന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് നോക്ക്, അയാൾ എന്തെങ്കിലും മോശമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കഴുത്തിൽ തന്നെ കുത്തിയേക്കണം. നല്ലൊരു അവസരം കിട്ടിയാൽ ഞാനൊരു കോഡ് വേർഡ് പറയും, ഓക്കെ? മാജിക് അണ്ടർവെയർ എന്ന് പറയാം. ഞാൻ എപ്പോൾ മാജിക് അണ്ടർവെയർ എന്ന് പറയുന്നു അപ്പോൾ നീ അയാളെ കുത്തിക്കണം, മനസ്സിലായോ? പാക്സനും മനസ്സില്ലാ മനസ്സോടെ എല്ലാം സമ്മതിച്ചു. ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല, എങ്കിലും ഈ അവസരത്തിൽ ചെയ്യാതിരുന്നാൽ ഇവരുടെ ജീവൻ പോകും. എന്തിനും തയ്യാറായി ഇവരിങ്ങനെ നോക്കി നിൽക്കുവേ. റീഡിന് പകരം ഒരു സ്ത്രീ കഴിക്കാൻ പയ്യൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നു. ഏറെ പ്രായമായ നേരമണ്ണം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സ്ത്രീ. അവരെ കാണുമ്പോൾ തന്നെ ആരാണെങ്കിലും പേടിച്ചു പോകും. അതുപോലൊരു വിയേർഡായിട്ടുള്ള രൂപം. അവരുടെ കയ്യിൽ ഒരു റാന്തലും ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പയ്യും റാന്തലും ആ ടേബിളിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ പുറകോട്ട് മടക്കി കൈ കൂപ്പി ഒരു പ്രത്യേക രീതിയിൽ അവിടെ ഇരിക്കും. സാധാരണ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മുന്നോട്ട് കൈ കൂപ്പിയല്ലേ പ്രാർത്ഥിക്കുന്നത്. ഈ സ്ത്രീ ആവട്ടെ കൈ ഇങ്ങനെ തിരിച്ച് വളച്ച് പുറകിലേക്ക് ഇങ്ങനെ കൈ കൂപ്പി ഒരുമാതിരി വിയേർഡായിട്ടുള്ള രീതിയിൽ അവിടെ കുത്തിയിരിക്കുന്നു. സെയിം ടൈം തന്നെ മുകളിലത്തെ റൂമിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഒരു പൈപ്പ് വഴി അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബാൺസ് ആ സ്ത്രീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയിലൂടെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ കയറി ചെല്ലുന്നത് ഡിസ്ബിലീഫ് എന്ന് എഴുതിയിരിക്കുന്ന ഡോറിനടുത്തേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ആ റൂമിൽ വെച്ച് കണ്ട 2 ഡോറും ലീഡ് ചെയ്യുന്നത് ഈ ബേസ്മെന്റിലേക്കാണ്. ഏത് ഡോർ ചൂസ് ചെയ്താലും ഇവർ ഇവിടെ തന്നെ എത്തും, ഈ ബേസ്മെന്റിൽ തന്നെ എത്തും. ബിലീഫ് ചൂസ് ചെയ്താലും ഡിസ്ബിലീഫ് ചൂസ് ചെയ്താലും ഫലം ഒന്ന് തന്നെ. ഉടൻ മിസ്റ്റർ റീഡ് മുകളിലത്തെ റൂമിൽ ഇരുന്ന് ബേസ്മെന്റിലുള്ള ഇവരോട് സംസാരിക്കുന്നു. 2 സിസ്റ്റേഴ്സിനെ കൂടാതെ ബേസ്മെന്റ് വന്നിരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ പ്രായമായ സ്ത്രീ, പുള്ളിക്കാരി ഒരു പ്രോഫറ്റ് ആണത്രേ, ദൈവത്തിന്റെ പ്രവാചകയാണത്രേ. അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. അവർ കൊണ്ടുവന്ന പൈയിൽ വിഷം ചേർത്തിട്ടുണ്ട്. അത് കഴിച്ചാൽ ആരായാലും മരിക്കും. ഇപ്പോൾ സിസ്റ്റേഴ്സിന്റെ കൺമുന്നിൽ വെച്ച് ആ സ്ത്രീ ആ പൈ കഴിച്ച് മരിക്കും. അതിനുശേഷം അവർ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെയാണ് റീഡ് പറയുന്നത്. ആ സ്ത്രീയും യാതൊരു മടിയും കൂടാതെ പുള്ളിക്കാരി കൊണ്ടുവന്ന പൈ കഴിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലെ വിഷം ഉള്ളിൽ ചെന്ന് ആ സ്ത്രീ മരണപ്പെടുന്നുണ്ട്. അവർ മരിച്ചോ എന്ന് കൺഫേം ചെയ്യാൻ റീഡ് സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുന്നു. സിസ്റ്റേഴ്സ് ആ പുള്ളിക്കാരുടെ പൾസും ബ്രത്തും ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നുമില്ല, അവർ ശരിക്കും മരിച്ചു. മരണപ്പെട്ട ഈ പുള്ളിക്കാരി അധികം വൈകാതെ തന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് റീഡ് പറയുന്നത്. ഇതേ സമയം തന്നെ ആരോ റീഡിന്റെ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. മോസ്റ്റ് പ്രോബ്ലി കെന്നഡി ആയിരിക്കും. സിസ്റ്റേഴ്സിനെ അന്വേഷിച്ച് അദ്ദേഹം വരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. ഈ ചാൻസ് പ്രോപ്പറായിട്ട്
ലാഡർ ഉപയോഗിച്ചാൽ സിസ്റ്റേഴ്സിന് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇരുവരും ഓടിക്കയറി വന്ന് ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോകുന്ന ആ ഡോറിന്റെ അവിടെ നിന്ന് അലറി വിളിക്കാൻ തീരുമാനിച്ചു. റീഡ് ഫ്രണ്ട് ഡോർ തുറക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഉച്ചത്തിൽ അലറി വിളിച്ചാൽ കെന്നഡിക്ക് അത് കേൾക്കാൻ സാധിക്കും. അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. എന്നാൽ റീഡ് ആരാമോൻ പുള്ളിക്കാരൻ ഇവരുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് അവിടെയുള്ള ഡോർസ് മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. മെയിൻ ഡോറിൽ ഒരു ടൈമർ സെറ്റപ്പ് ഉണ്ട്. രാവിലെ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂന്നാണെങ്കിലും അതിൽ ജസ്റ്റ് ഒരു ലോക്ക് മാറ്റിയാൽ മതി, ഏത് സമയത്തും അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. റീഡ് ആ ലോക്കൊക്കെ മാറ്റി ഡോർ തുറന്നു നോക്കി. സിസ്റ്റേഴ്സ് പ്രതീക്ഷിച്ച പോലെ അത് കെന്നഡി ആയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ സിസ്റ്റേഴ്സ് ഇവിടെ ട്രാപ്പ് ആയിരിക്കുകയാണെന്ന് കെന്നഡിയെ അറിയിക്കാൻ ഒരു വഴിയുമില്ല. എത്ര ഉച്ചത്തിൽ അലറി വിളിച്ചാലും യാതൊരു കാര്യവുമില്ലാത്ത അവസ്ഥ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ രണ്ടാളും നിൽക്കുന്ന ആ ഒരു ഡോറിന് കുറച്ചപ്പുറത്തായിട്ട് ഒരു തീപ്പെട്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. എങ്ങനെയും ആ തീപ്പെട്ടി എടുക്കാൻ സാധിച്ചാൽ തീ ഉണ്ടാക്കാം, പുകയുണ്ടാക്കാം. അങ്ങനെയെങ്കിലും കെന്നഡിക്ക് തങ്ങൾ ഇവിടെ ട്രാപ്പ് ആയിരിക്കുകയാണെന്നൊരു സൂചന കൊടുക്കാൻ പറ്റുമല്ലോ. തുടർന്ന് ഇരുവരും ഡോറിനടിയിലൂടെ കൈയിട്ട് ആ തീപ്പെട്ടി കിടക്കുന്ന മാറ്റ് വലിച്ച് തീപ്പെട്ടി എടുക്കാൻ ശ്രമിക്കുന്നു. അവിടെയും നിർഭാഗ്യം. ഡോറിനടിയിലെ ചെറിയ ഗ്യാപ്പിലൂടെ തീപ്പെട്ടി അപ്പുറത്ത് പോകത്തില്ല. തീപ്പെട്ടിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. എന്നിരുന്നാലും ഒരു വിധത്തിൽ ആ മാച്ച് ബോക്സ് തുറന്ന് അതിനകത്ത് തീപ്പെട്ടി കൊള്ളി പുറത്തെടുത്ത് 3-4 കൊള്ളി മാത്രമേ ഇവർക്ക് ഇപ്പുറത്തെടുക്കാൻ സാധിച്ചു. ബോക്സ് കിട്ടിയില്ലെങ്കിലും ബേസ്മെന്റിൽ എവിടെയെങ്കിലും ഇട്ട് ഈ കൊള്ളി കുറച്ച് തീ കത്തിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അങ്ങനെ മാച്ച് സ്റ്റിക്കുമായിട്ട് താഴെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് സിസ്റ്റർ പാക്സൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നേരത്തെ പൈ കഴിച്ച് അവിടെ മരിച്ചു വീണ ആ സ്ത്രീ ഇല്ലേ, പുള്ളിക്കാരി ചലിച്ചിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. നീ എന്തീ പറയുന്നേ? ഇവർ മരിച്ചതല്ലേ, പിന്നെ ഇവരെങ്ങനെ മൂവ് ചെയ്യാനാ? അല്ല, അവരുടെ തല നോക്ക്, അത് നേരത്തെ ഇങ്ങോട്ടായിരുന്നില്ലേ, ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. എനിക്ക് ഉറപ്പാണ് ഈ സ്ത്രീ മൂവ് ചെയ്തിട്ടുണ്ട്. റീഡ് പറഞ്ഞ പോലെ ഇവർക്ക് ജീവൻ വന്നോ? എന്റെ പൊന്നു പാക്സൺ, ഇപ്പൊ അത് നോക്കിക്കാൻ സമയമില്ല. കെന്നഡി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തീ കത്തിക്കണം, നീ ഇങ്ങോട്ട് വന്നേ. കെന്നഡി റീഡിനോട് സിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ രണ്ടാൾ ഇവിടെ വന്നിട്ടേ ഇല്ലെന്ന് റീഡ് പറഞ്ഞു. അതും വിശ്വസിച്ച് കെന്നഡി അങ്ങ് തിരിച്ചുപോയി. സിസ്റ്റേഴ്സ് ഇവിടേക്ക് വന്നപ്പോൾ അവർ ഇരുവരുടെയും സൈക്കിൾ ഗേറ്റിൽ ലോക്ക് ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ കെന്നഡി വന്ന സമയത്ത് ആ സൈക്കിൾ രണ്ടും അവിടെ കാണാനില്ല. അതായത് റീഡ് നേരത്തെ തന്നെ ഇരുവരുടെയും സൈക്കിൾ അവിടുന്ന് മാറ്റിയിരുന്നു. സിസ്റ്റർ ബാൺസിന്റെ കോട്ടിന്റെ പോക്കറ്റിലിട്ടിരുന്ന സൈക്കിൾ ലോക്കിന്റെ കീ പിന്നീട് അവർക്ക് കിട്ടുന്നത് പാക്സിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നായിരുന്നല്ലോ. ആ ഒരു ടൈമിനിടയ്ക്കപ്പോഴും അയാൾ തന്ത്രപരമായി പുറത്തുപോയി രണ്ടുപേരുടെയും സൈക്കിൾ അവിടുന്ന് മാറ്റിയിരുന്നു. ഇവിടെ ബേസ്മെന്റിൽ സിസ്റ്റേഴ്സ് രണ്ടുപേരും കൂടെ മാച്ച് സ്റ്റിക്ക് പാറയിൽ ഉരച്ച് തീ കത്തിക്കാൻ ശ്രമിക്കുന്നു. ഒരു വിധത്തിൽ അവരങ്ങനെ തീ കത്തിച്ചങ്ങോട്ട് വന്നപ്പോൾ അതാ പ്രോഫറ്റാണ്. പുള്ളിക്കാരിതെ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. പേടിച്ച് കത്തിയ തീപ്പെട്ടിക്കുള്ളി സിസ്റ്റർ കയ്യിൽ നിന്ന് താഴെയിട്ടു. പ്രോഫറ്റിന്റെ വൈന്ന് നിന്ന് ചോരയൊക്കെ വീണ് ആ തീയും കെടുകയും ചെയ്തു. സിസ്റ്റേഴ്സ് രണ്ടാളും പ്രോഫറ്റിനെ കണ്ടിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ കണ്ടക്ടർ എന്റെ പേര് പറഞ്ഞു. വെള്ള മേഘങ്ങളുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടു, എന്നാൽ അത് സ്വർഗ്ഗമല്ല, ഈ കാണുന്നതൊന്നും സത്യവുമല്ല. ഇങ്ങനെയൊക്കെ വിറച്ച് പറഞ്ഞു വെച്ചു പ്രോഫറ്റ് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പുള്ളിക്കാരി പറഞ്ഞു വന്നതെന്ന് വ്യക്തമല്ല. എന്നാലും അപ്പോഴേക്കും നമ്മുടെ റീഡും താഴേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം പ്രോഫറ്റിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി വേറൊരു വഴി അവരെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടു. വീണ്ടും തിരിച്ച് താഴെ വന്ന് സിസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന മാച്ച് സ്റ്റിക്ക് വാങ്ങി അത് കത്തിച്ച് ആദ്യം ആ പ്രോഫറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പുള്ളിക്കാരി കൊണ്ടുവന്ന റാന്തൽ കത്തിച്ചു. ഓക്കെ രണ്ടുപേരും ഇവിടെ ശ്രദ്ധിക്കുക. പ്രോഫറ്റ് നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞല്ലോ, അവരെന്തൊക്കെയാ പറഞ്ഞത്? രണ്ടുപേരും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ. അത് പിന്നെ അവർ മരിച്ചു കഴിഞ്ഞ് കണ്ട കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവരെന്തോ കണ്ടക്ടർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊരു ഏഞ്ചലിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊന്നും സത്യമല്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. യെസ് എക്സാക്ട്ലി, അത് തന്നെയാണ് പ്രോഫറ്റ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അത്ഭുതങ്ങൾ പോസിബിൾ ആണ്. മരിച്ചു കഴിഞ്ഞ് പ്രോഫറ്റ് ജീവനോടെ തിരിച്ചു വന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് കാണണോ നിങ്ങളുടെ ദൈവത്തെ? ഞാൻ നിങ്ങളുടെ ദൈവത്തെ കാണിച്ചു തരാം. കുറച്ച് സമയത്തിന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ രണ്ടുപേരും മരിക്കുക, ആ ലോകത്ത് പോയി നിങ്ങളുടെ ദൈവത്തെ കാണുക, പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പ്രോഫറ്റ് തിരിച്ചു വന്ന പോലെ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടും തിരിച്ചു വരാൻ പറ്റും, ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. ലോകത്ത് ഒരു റിലീജിയനും ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് ഓഫർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് കാണണ്ടേ നിങ്ങളുടെ ദൈവത്തെ? സിസ്റ്റേഴ്സ് രണ്ടുപേരും വല്ലാണ്ടങ്ങ് പേടിച്ചു. മരിക്കാൻ രണ്ടാൾക്കും പേടിയാണ്, ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട്. അതിപ്പോൾ ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാലും മരിക്കാൻ ഇവർക്ക് സമ്മതമല്ല. പിന്നെ ഒരു അല്പം മുമ്പ് ഇവിടെ നടന്ന അത്ഭുതം, പ്രോഫറ്റ് മരിച്ചിട്ട് ജീവനോടെ തിരിച്ചു വന്നത്, അതൊരു തരത്തിലുള്ള മാജിക് ട്രിക്കാണ്. പലപ്പോഴും അങ്ങനെ മനുഷ്യർക്ക് സംഭവിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ ശ്വാസമില്ലാതെ പൾസ് നിലച്ചിട്ടും പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ എന്തോ അവസ്ഥയിലേക്ക് ആ പ്രോഫറ്റിനെ ഇദ്ദേഹം എത്തിച്ചതാണെന്നൊക്കെയാണ് സിസ്റ്റർ ബാൺസ് പറയുന്നത്. ഇതിനു മുമ്പും പലരും ഇത്തരത്തിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്നത് കൊണ്ട് ബ്രെയിൻ ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും. ഒരുപക്ഷെ ആ സമയത്ത് ഇമാജിൻ ചെയ്യപ്പെടുന്നത് സ്വർഗവും നരകവും ദൈവത്തെയും ഒക്കെ ആയിരിക്കാം. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ തങ്ങൾ സ്വർഗം കണ്ടു നരകം കണ്ടു എന്ന് ഒരുപാട് ആളുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടത്രേ. സിസ്റ്റർ ബാൺസിനും ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരിയും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള വിയേർഡ് ആയിട്ടുള്ള വിഷൻസ് ഒക്കെ കണ്ടിരുന്നു. ഇവിടെ പ്രോഫറ്റിനും അങ്ങനെ എന്തോ ആണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലാണ്ട് അവർ ഉയർത്തെഴുന്നേറ്റ് വന്നതൊന്നുമല്ല. കമോൺ സിസ്റ്റർ ബാൺസ്, നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ പ്രോഫറ്റിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് എന്തേ ദൈവം പറയുന്നതിലൊന്നും വിശ്വാസമില്ലേ? ആഫ്റ്റർ ലൈഫിൽ പോയി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രോഫറ്റ് വീണ്ടും ജീവനോട് തിരിച്ചു വന്നതാണ്. ഉടനടി സിസ്റ്റർ ബാൺസ് അതൊന്നുമല്ല, അതിനെപ്പറ്റിയൊന്നുമല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്, നമ്മളിവിടെ മാജിക് അണ്ടർവെയറിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. സിസ്റ്റർ പാക്സിന് കൊടുത്ത കോഡായിരുന്നു അത്. പുള്ളിക്കാരുടെ കയ്യിലുള്ള ആയുധം യൂസ് ചെയ്ത് ഇദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ. മാജിക് അണ്ടർവെയറിന് കേട്ട ഉടനെ തന്നെ കഴുത്തിലൂടെ കത്തി വരയുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സിസ്റ്റർ പാക്സൺ റീഡിന്റെ കഴുത്തിലൂടെ അല്ല വരഞ്ഞത്. റീഡ് അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് നമ്മുടെ ബാൺസിന്റെ കഴുത്തിലൂടെ വരഞ്ഞു വിട്ടു. ഇങ്ങനെ ചെയ്യുന്ന ഇവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബാൺസ് താഴെ വീണ് മരണപ്പെടുന്നു. പേടിച്ച് കുറച്ച് സിസ്റ്റർ പാക്സൺ ഒരൊറ്റ ഓട്ടം ഓടി ചെന്ന് ബേസ്മെന്റിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഡോറിലിട്ട് അടിയോടടി. എത്ര തവണ ഡോറിൽ ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞാലും ഉറക്കെ അലറി വിളിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ കേൾക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? റീഡ് വിചാരിക്കാതെ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള സിസ്റ്റർ പാക്സണ് രക്ഷപ്പെടാൻ പറ്റൂല. ഏയ് സിസ്റ്റർ പാക്സൺ, നിങ്ങൾ ഇവിടെ പോവാ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിസ്റ്റർ ബാൺസ് തിരിച്ചു വരും, കുറച്ച് സമയം കൊടുക്കുക, അവർ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നേ. ഇനി അടുത്ത് വാ, സിസ്റ്റർ ബാൺസ് എഴുന്നേറ്റ് വരുന്നേ കാണണ്ടേ. സിസ്റ്റർ ബാൺസ് എഴുന്നേക്ക് ബാൺസ്, ഇങ്ങനെ ചത്ത് കിടക്കാവോ? എന്താ സിസ്റ്റർ ബാൺസ് എഴുന്നേക്കാത്തത്? ഓ എന്തോ
മിസ്റ്റേക്ക് പറ്റിയല്ലോ, സിസ്റ്റർ ബാൺസ് എന്താ എഴുന്നേക്കാത്തെ? റീഡ് സിസ്റ്റർ ബാൺസിന്റെ കഴുത്ത് മുറിച്ച് അതേ കത്തി ഉപയോഗിച്ച് പുള്ളിക്കാരുടെ കൈ ഇങ്ങനെ കീറി കൈക്കുള്ളിൽ നിന്ന് ചെറിയൊരു സ്റ്റിക്ക് പോലിരിക്കുന്ന എന്തോ ഒരു സാധനം പുറത്തെടുക്കും. ഓ ഷിറ്റ്, ഇത് കാരണമാണ് സിസ്റ്റർ ബാൺസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തത്. സിസ്റ്റർ ബാൺസിന്റെ കൈക്കുള്ളിൽ എന്തോ ഒരു ചെറിയ ഇരുമ്പ് റോഡ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ സാധനം. ഇത് ചോരയൊക്കെ പുരണ്ട ആ സാധനം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പാക്സന്റെ കയ്യിൽ കൊടുത്തിട്ട് ദേ കണ്ടില്ലേ, സിസ്റ്റർ ബാൺസ് ഒരു പ്രോഗ്രാം ആയിരുന്നു. നീ കരുതിയ പോലെ അവൾ റിയൽ ഒന്നുമല്ല, അവൾ ഹ്യൂമൻ ഒന്നുമല്ല, അവളൊരു കൈൻഡ് ഓഫ് പ്രോഗ്രാം ആയിരുന്നു. ദേ അതിന്റെ തെളിവ്. അവൾ ഹ്യൂമൻ ആയിരുന്നെങ്കിൽ അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നേനെയും. ഇത് പ്രോഗ്രാമിനെ എങ്ങനെ ഉയർപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും? ദേ നീ നോക്ക്, ഇതാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ലോകം. ഇത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് പോകുന്ന ലോകം. നമ്മൾ ജീവിക്കുന്ന ഈ സിമുലേഷൻ ലോകത്തൊന്നും മരിച്ചു കഴിഞ്ഞ ലോകത്തിലേക്ക് പോകാൻ പറ്റിയാൽ അവിടുന്ന് നമുക്ക് തിരിച്ചു വരാനും പറ്റും. ബട്ട് സിസ്റ്റർ ബാൺസിന് അത് പറ്റിയില്ല. കാരണം അവളൊരു പ്രോഗ്രാമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം അവളുടെ ഉള്ളിലുള്ള മൈക്രോ ചിപ്പാണ്. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ പാക്സന്റെ മറുപടി, നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു മൈക്രോ ചിപ്പ് ഒന്നുമല്ല, ഇതൊരു കോൺട്രാസെപ്റ്റീവ് ആണ്. സിസ്റ്റർ ബാൺസ് പ്രഗ്നന്റ് ആവാതിരിക്കാൻ വേണ്ടി അവളുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഇതെല്ലാം ഒരു സിമുലേഷൻ ആണെന്നുള്ള തിയറി ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഓ, നീ പറയുന്നത് ഇതൊന്നും ഒരു സിമുലേഷൻ അല്ലെന്നാ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ മരിച്ചുപോയ പ്രോഫറ്റ് എഴുന്നേറ്റ് വന്നത്? പാക്സൻ പറയുന്നതോ അതിന് അവർ എഴുന്നേറ്റ് വന്നതല്ലോ. മരണപ്പെട്ട പ്രോഫറ്റ് എഴുന്നേറ്റ് വന്നിട്ടില്ല. അവരെ പോലെ തന്നെയുള്ള മറ്റൊരു സ്ത്രീയാണ് രണ്ടാമത് വന്നത്. ആദ്യം ആ പ്രോഫറ്റ് മരിച്ചു വീണു. ഞങ്ങൾ രണ്ടാളും മുകളിലേക്ക് കയറിപ്പോയ സമയത്ത് മറ്റൊരു സ്ത്രീ വന്ന് ആദ്യത്തെ പ്രോഫറ്റിന്റെ ബോഡി എങ്ങോട്ടോ മാറ്റിയിട്ട് അവർക്ക് പകരം ആ സ്ത്രീ അവിടെ കിടന്നു. നിങ്ങൾക്ക് ആരെയും പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ റീഡ്. ഓരോരോ ന്യായങ്ങൾ നിർത്തി ആ സ്ത്രീകളെ നിങ്ങൾ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. മരണശേഷം തിരിച്ചു വരുമെന്നൊക്കെ കരുതി ആ പാവം സ്ത്രീ ആ പൈ കഴിച്ച് മരിച്ചു. രണ്ടാമത് വന്ന സ്ത്രീയും കൺവിൻസ് ചെയ്ത് ആദ്യത്തെ സ്ത്രീയുടെ ബോഡിയും മാറ്റി. എന്നിട്ട് ആദ്യത്തെ സ്ത്രീ ഉയർത്തെഴുന്നേറ്റ് വന്ന പോലെ പരലോകത്ത് പോയപ്പോൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചല്ലാതെ ആ സ്ത്രീ കുറച്ച് കാര്യങ്ങളോട് ഞങ്ങളോട് പറഞ്ഞു, ഈ സംഭവിക്കുന്നതൊന്നും റിയൽ അല്ല, ഇതൊന്നും സത്യമല്ലെന്ന്. അതിലൂടെ അവർ ഞങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുമായിരുന്നു, ഇതെല്ലാം നിങ്ങളുടെ പ്ലാനാണ്, ഇതൊന്നും സത്യമല്ലെന്ന്. ഓ, അങ്ങനെയൊക്കെയാണോ? നീ ഇത്രയൊക്കെ ചിന്തിച്ച സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. പ്രോഫറ്റ് മരിച്ചിട്ട് പ്രോഫറ്റിന്റെ ബോഡി മറ്റൊരു സ്ത്രീ വന്ന് മാറ്റിയതാണെങ്കിൽ അവരത് എങ്ങോട്ടായിരിക്കും മാറ്റിയിട്ടുണ്ടാവുക? ഈ ബേസ്മെന്റിൽ വേറെ എവിടെയാ വഴിയുള്ളത്? നോക്ക്, ചുറ്റുപാട് മൊത്തം നോക്ക്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിക്കേ. റീഡ് പറയണ പോലെ ബേസ്മെന്റിൽ വേറെ വാതിലുകളോ വഴികളോ ഒന്നുമില്ല. ബോഡി മാറ്റിയതാണെങ്കിൽ എങ്ങോട്ട് മാറ്റിയതാണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. സിസ്റ്റർ പാക്സൺ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ഈ ബേസ്മെന്റ് സെൻട്രലായിട്ട് ഇട്ടിരിക്കുന്ന ആ ടേബിളും കസേരയും അവിടുന്ന് മാറ്റി നോക്കുമ്പോൾ ആ ടേബിൾ ഇട്ടിരിക്കുന്നതിന് അടിവശത്തായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. മുകളിൽ നിറ്റിട്ടായിട്ട് വീണുകൊണ്ടിരിക്കുന്ന വെള്ളം, വാട്ടർ ഡ്രോപ്സ് പതിയെ ഇതിനിടയിലൂടെ ഇറങ്ങി പോകുന്നത് കാണാം. അവൾ ആ ഒരു ഓപ്പണിംഗ് വലിച്ചു തുറന്നു. താഴേക്ക് വഴിയുണ്ട്. ഇതിനുള്ളിലാണ് ആ സ്ത്രീ ബോഡി ഒളിപ്പിച്ചത് എന്നാണ് സിസ്റ്റർ പാക്സൺ പറയുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ അതിനുള്ളിൽ ഇറങ്ങി നോക്ക്, ബോഡി ഉണ്ടോ നമുക്ക് നോക്കാലോ. റീഡ് പറഞ്ഞു കേട്ട് സിസ്റ്റർ പാക്സണും പതിയെ താഴേക്ക് ഇറങ്ങുന്നു. റീഡ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. പകരം ഇവൾ ഇറങ്ങിപ്പോയ ആ ഒരു ഓപ്പണിംഗ് പുള്ളിക്കാരൻ പുറത്തുനിന്ന് അടയ്ക്കുന്നുണ്ട്. സിസ്റ്റർ പാക്സൺ പ്രതീക്ഷിച്ച പോലെ അവിടെ ആ സ്ത്രീയുടെ ശരീരം കിടപ്പുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ മറ്റൊരു വാതിലുണ്ട്. ആ വാതിൽ തുറന്ന് അടുത്ത റൂമിലേക്ക് നമ്മുടെ സിസ്റ്റർ പാക്സൺ കയറി ചെല്ലുകയാണ്. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അതിൽ ഒരു വാതിൽ ഇവരുടെ സൈക്കിളിന്റെ ലോക്ക് യൂസ് ചെയ്ത് പൂട്ടിയിട്ടിരിക്കുന്നു. ലോക്കിന്റെ താക്കോല് പാക്സന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടല്ലോ. പുള്ളിക്കാരി താക്കോല് യൂസ് ചെയ്ത് ലോക്ക് അൺലോക്ക് ചെയ്ത് ആ റൂമിൽ കയറി. അതിനുള്ളിൽ കുറെ കേജുകളിലായിട്ട് കുറെ സ്ത്രീകളെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു. ഒരുമാതിരി തണുപ്പ് നിറഞ്ഞ അവസ്ഥയും. ഈ സ്ത്രീകളെ വർഷങ്ങളായിട്ട് ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു റീഡ്. സിസ്റ്റർ പാക്സൺ ആ സ്ത്രീകളുടെ അവസ്ഥ കണ്ടിട്ട് അവളുടെ കോട്ടൂരി അതിലൊരു സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും റീഡും ഇങ്ങോട്ട് വന്നു. ഇനി പറയൂ പാക്സൺ, ഏതാണ് ശരിക്കുള്ള റിലീജിയൻ? ഏതാണ് ട്രൂ റിലീജിയൻ? ഇത്രയൊക്കെ കണ്ടും കേട്ടും ഇവിടെ വരെ എത്തിയ സിസ്റ്റർ പാക്സൺ തുടക്കം മുതൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പറയാണ്. ആദ്യം സിസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. വീടിനകത്ത് കയറി കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോകുന്ന പറഞ്ഞ് ജസ്റ്റ് കിച്ചണിലോട്ട് പോകുന്നുണ്ട്. ആ പോയ പോക്കിൽ സിസ്റ്റർ ബാൺസിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന സൈക്കിൾ ലോക്കിന്റെ കീയും എടുത്തുകൊണ്ട് പുറത്തുപോയി സൈക്കിൾ അൺലോക്ക് ചെയ്ത് അവിടുന്ന് മാറ്റി അതേ ലോക്ക് ഉപയോഗിച്ച് ഇവിടെ ബേസ്മെന്റിനും താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലെ ലാസ്റ്റ് ഡോർ പൂട്ടിയിട്ടു. സിസ്റ്റർ ബാൺസിന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന താക്കോല് പാക്സന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് മാറ്റിയിട്ടത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എന്നെ ഇവിടെ എത്തിക്കണം. ഞാൻ ഇവിടെ വരെ എത്തിയത് എന്റെ തീരുമാനങ്ങൾ കാരണമല്ല. നിങ്ങൾ എന്നെ ഈ വഴിയിലൂടെ ലീഡ് ചെയ്യുമായിരുന്നു. ഞാൻ പോലും അറിയാതെ എനിക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രം ബാക്കി വെച്ചു. ബിക്കോസ് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ട്രൂ റിലീജിയൻ ഏതാണെന്നുള്ള ഉത്തരം ഞാൻ പറയണം. ഇത്രയൊക്കെയായി ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ട്രൂ റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് കൺട്രോൾ ആണ്. ഓ യെസ്, എക്സാക്ട്ലി റൈറ്റ്. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. റിലീജിയൻ എന്ന് പറയുന്നത് വെറും കൺട്രോൾ മാത്രമാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമാണത്. വിശ്വാസമുള്ള ഏതൊരാളെയും റിലീജിയൻ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമത്രേ. സത്യമല്ലേ? ഇവിടുത്തെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. മിസ്റ്റർ റീഡ് പിടിച്ചു വെച്ചിരുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം കൊന്നുകളഞ്ഞു. ആ സ്ത്രീ ആ പൈ കഴിച്ച് മരിച്ചില്ലേ? ഇദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞത് പൈ കഴിച്ച് മരിച്ചാലും പുള്ളിക്കാരി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെയാണ്. എവിടെ തിരിച്ചു വന്നു? അവർ ശരിക്കും മരിച്ചുപോയി. അവരുടെ വിശ്വാസത്തെ ഇയാൾ നന്നായിട്ട് ചൂഷണം ചെയ്തു. അതേപോലെ ആ സ്ത്രീ മരിച്ചതിന് ശേഷം നമ്മുടെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് വന്ന് സംസാരിച്ച രണ്ടാമത്തെ സ്ത്രീയുടെ വിരൽ ഇദ്ദേഹം ഇവിടെ വെച്ച് മുറിച്ച് കളയുന്നുണ്ട്. രണ്ടാമത് വന്ന പുള്ളിക്കാരി സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവരോട് പറയുന്നുണ്ടായിരുന്നല്ലോ. അതായത് ഇതൊന്നും റിയൽ അല്ല, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ. അതിന് പണിഷ് ചെയ്തതാവും. സിസ്റ്റർ പാക്സൺ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ കൺട്രോൾ ചെയ്യാനൊരു മതത്തെ ഏൽപ്പിച്ചിരിക്കുമല്ലേ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കണം, എല്ലാം തീരുമാനിക്കുന്നത് അവരല്ലേ. എവിടെ പോയി പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എന്തിനു പ്രാർത്ഥിക്കണം, എല്ലാം അവർ പറഞ്ഞു തന്നു. അതൊക്കെ അക്ഷരം തൊടാതെ അങ്ങ് വിഴുങ്ങിയില്ലേ നിങ്ങൾ? നീട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും അവർ തീരുമാനിച്ചതല്ലേ. നിന്റെ മാജിക് അണ്ടർവെയർ എന്നിങ്ങനെ അങ്ങോട്ട് പറഞ്ഞതും കിട്ടിയതക്കത്തിന് നമ്മുടെ പാക്സൺ ഇങ്ങനെ കുത്തി. കിട്ടിയതക്കത്തിന് എങ്ങനെയും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനായി പാക്സന്റെ ശ്രമം. കഴുത്തിൽ അത്യാവശ്യം ആഴത്തിൽ കുത്തി ഇറങ്ങിയിരുന്നെങ്കിലും ഇങ്ങനെ എങ്ങനെയൊക്കെയോ അത് വലിച്ചൊരി പിന്നെയും സിസ്റ്റർ പാക്സന്റെ പുറകെ പോകുന്നുണ്ട്. പുള്ളിക്കാരി ഓടിക്കേറി മുകളിൽ ആ ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്ന റൂമിൽ വന്ന് അവിടുത്തെ ഡെസ്ക് തള്ളി നീക്കി വാതിലിന്റെ അങ്ങോട്ട് വെച്ചു. അവിടെ വരെ എത്തിയിട്ടും എങ്ങോട്ട് രക്ഷപ്പെടും, ഏത് വഴി പോകുമെന്ന് അറിയാതെ കറങ്ങി തിരിഞ്ഞ് പിന്നെയും പുള്ളിക്കാരി ബേസ്മെന്റിൽ വരുന്നുണ്ട്. എന്തോ ഒരു ചെറിയ അനക്കം കെട്ടി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയതും പാക്സന്റെ വയറിൽ കത്തി ഇറങ്ങി. കഴുത്തിന് കുത്തുകൊണ്ടിട്ടും റീഡ് പിന്നെയും എഴുന്നേറ്റ്
വന്ന് ഇവളുടെ വയറിൽ കത്തി കുത്തിയിറക്കി. രണ്ടുപേർക്കും സാരമായി മുറിവേറ്റിട്ടുണ്ട്. അത്രയും ബ്ലഡ് പോകുന്നുണ്ട്. രണ്ടാളും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. രണ്ടാളും താഴെ വീണു. റീഡ് പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന ശബ്ദത്തിൽ പ്രാർത്ഥിച്ച് നമ്മളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ നോക്ക് എന്നിങ്ങനെ പാക്സനോട് ആവശ്യപ്പെടുമ്പോൾ അവൾ പ്രാർത്ഥന കൊണ്ട് യാതൊരു ഫലവുമില്ലെന്നാണ് പറയുന്നത്. ദ ഗ്രേറ്റ് പ്രെയർ എക്സ്പെരിമെന്റിനെ പറ്റി റീഡിന് പറഞ്ഞു കൊടുത്തു. പേഷ്യൻസിനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കൊണ്ട് യാതൊരു ഫലവുമില്ലെന്നാണ് ആ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യപ്പെട്ടത്. റീഡ് പതിയെ ഇഴഞ്ഞിഴിഞ്ഞ് സിസ്റ്റർ പാക്സന്റെ അടുത്ത് വന്ന് അവളുടെ കഴുത്തിലേക്കും കൂടെ കത്തി കുത്തി ഇറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് റീഡ് അടി കൊണ്ട് തെറിച്ച് വീണു. അയാളെ ആരാണ് അടിച്ചിട്ട് നോക്കിയപ്പോൾ അത് നമ്മുടെ സിസ്റ്റർ ബാൺസ് ആണ്. റീഡ് പറഞ്ഞ പോലെ ഇവള് ശരിക്കും ഉയർത്തെഴുന്നേറ്റ് വന്നോ? അല്ല, ഇവള് മരിച്ചിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള ജീവനും കൊണ്ട് എഴുന്നേറ്റ് വന്ന് അവിടെ കിടന്ന കൂർത്ത ആണികളുള്ള ആ പലക എടുത്ത് റീഡിനെ അടിച്ചു കൊന്നു കളഞ്ഞു. അയാളെ അടിച്ചു വീഴ്ത്തിയ തൊട്ടടുത്ത നിമിഷം തന്നെ സിസ്റ്റർ ബാൺസും മരിച്ചു വീഴുന്നുണ്ട്. അവൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് സിസ്റ്റർ പാക്സനെ രക്ഷപ്പെടുത്തി. ശേഷം സിസ്റ്റർ പാക്സൺ മുകളിലത്തെ റൂമിൽ കയറി ചെന്നു. അവിടെ ഇതേ വീടിന്റെ ചെറിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ട്രക്ചറൊക്കെ നോക്കി മനസ്സിലാക്കി ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴി അന്വേഷിച്ച് അവസാനം ഒരു വെന്റ് കണ്ടുപിടിച്ചു. ഒരു ചെറിയ വെന്റ്. അതിലൂടെ നമ്മുടെ സിസ്റ്റർ പാക്സൺ പുറത്തിറങ്ങി. ഇതേ കണ്ടില്ലേ, മഞ്ഞ് പെയ്യുന്ന അവസ്ഥയാണ്. അതിലൂടെ അവൾ ഇങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും പുള്ളിക്കാരി അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. വയറിൽ കുത്തേറ്റിരുന്നല്ലോ. അപ്പോൾ അവളുടെ കയ്യിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവളുടെ കയ്യിലായിട്ടൊരു ചിത്രശലഭം, ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത് കാണാം. ഒരൊറ്റ നിമിഷത്തേക്ക് മാത്രമേ അവൾക്ക് ഈ ബട്ടർഫ്ലൈയെ കാണാൻ സാധിച്ചുള്ളൂ. തൊട്ടടുത്ത സെക്കൻഡിൽ അത് അങ്ങ് അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. ഒരുപക്ഷേ സിസ്റ്റർ പാക്സനും മരിച്ചിട്ടുണ്ടാവോ? നേരത്തെ ഇവള് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവള് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് ചിത്രശലഭമായി മാറണം, ചിത്രശലഭമായി മാറി തന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു പോസിബിലിറ്റി കൂടി കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞ ഒരു നല്ല സിനിമയാണിത്. മതം, റിലീജിയൻ ആളുകളെ എങ്ങനെ കൺട്രോളിലാക്കി വെക്കുന്നു, ഇതൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്തുന്ന സ്ഥലം ഒന്ന് തന്നെയാണ്. സിനിമയിൽ കാണിച്ച പോലെ ബിലീഫ് എന്ന ഡോർ വഴി പോയാലും ഡിസ്ബിലീഫ് എന്ന ഡോർ വഴി പോയാലും എത്തുന്നത് ആ ബേസ്മെന്റിലേക്ക് തന്നെയാണ്. നമ്മുടെ ലൈഫും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ലൈഫിന് എന്തർത്ഥം, ഒരർത്ഥവുമില്ലേ ലൈഫിന് എന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ ഓർഗാനിസംസിനൊക്കെ അവരുടെ ലൈഫ് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതും ജീവൻ തന്നെയല്ലേ. ഒരു നിമിഷം ഉണ്ടാകുന്നു, തൊട്ടടുത്ത നിമിഷം മരിക്കുന്നു. എന്തർത്ഥമാണുള്ളത്? നല്ല ഒരു ആഫ്റ്റർ ലൈഫ് കിട്ടണം, സ്വർഗം കിട്ടണം എന്നൊക്കെ വിചാരിച്ച് ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പലരെയും ദ്രോഹിച്ചും വിഷമിപ്പിച്ചും അങ്ങനെയൊക്കെ ജീവിച്ച് മരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിക്കുന്നത്. മനുഷ്യ ജീവിതമാണ്. ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിലുണ്ടാവും. അതിനൊക്കെ ഓവർകം ചെയ്ത് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. മറ്റൊരു മതത്തോടും മറ്റൊരു വിഭാഗത്തോടും അങ്ങനെ തരം തിരിച്ച് കണ്ടൊരു വേർതിരിവിന്റെ ആവശ്യമില്ല. പലരെയും എതിർത്ത് അവർക്കെതിരെ സംസാരിച്ച് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ബോധമുള്ളവർക്ക് മനസ്സിലാവും. സ്വയമേ ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ സിനിമയിൽ ഒരു പോയിന്റ് പറയുന്നുണ്ടല്ലോ, നമ്മുടെ സിസ്റ്റർ ബാൺസ് ഒരു പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ടാണ് അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തതെന്നൊക്കെ. മതത്തിനാൽ കോഡ് ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് അവളെ കൺസിഡർ ചെയ്യാം. കാരണം അവളുടെ മതത്തിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ മറ്റു മതങ്ങളെ മനസ്സിലാക്കാനോ അവരെ പറ്റി പഠിക്കാനോ അവൾ തയ്യാറാവുന്നില്ല. താൻ വിശ്വസിക്കുന്നത് തന്നെയാണ് സത്യമെന്ന് എപ്പോഴും അവൾ വിശ്വസിച്ചു. ലൈക്ക് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. എന്താണോ അതിന് സെറ്റ് ചെയ്തിരിക്കുന്ന കോഡ്സ്, അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു കോഡ്സ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അൾട്ടിമേറ്റ്ലി തീവ്ര മതവിശ്വാസികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ ഒരു പുസ്തകം കാണും, ആ പുസ്തകവും അവരുടെ മതവും അതിനാലൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്ന കുറച്ച് ആളുകൾ. ഭൂരിപക്ഷവും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന മതങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും അവർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ. പിന്നെ സിനിമയുടെ അവസാനം കാണിക്കുന്നത് നമ്മുടെ പാക്സൺ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാരണം അവസാന നിമിഷം അവളുടെ കയ്യിൽ ആ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവളും അവിടെ മരണപ്പെട്ടിട്ടുണ്ടാവും. പാക്സന്റെ വയറിൽ കുത്തേറ്റതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ അവൾ ഇമാജിൻ ചെയ്യുന്നതാവാം. ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരിക്കാം. അവൾ മരിക്കുന്നതിന് മുമ്പ് അവളുടെ ഇമാജിനേഷൻസ് ആയിരിക്കാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എത്രയോ സമയം മുമ്പ് മരിച്ചു വീണ സിസ്റ്റർ ബാൺസ് പിന്നീട് എഴുന്നേറ്റ് വന്ന് അങ്ങനെ അടിച്ചു കൊല്ലുന്നതൊക്കെ കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെയാവാം, അല്ലെങ്കിൽ മറിച്ചു ആവാം. ഏതായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.